ദ ഗ്രേറ്റ് ടെലികോം ഡിയോപോളി. എയർടെലിന്റെ റെക്കോർഡ് ഏർണിംഗ്സും അതുപോലെ തന്നെ റിലയൻസ് ജിയോയുടെ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനും ചേർത്തിട്ടുള്ള ഒരു ടെലികോം മേഖലയെ കുറിച്ചിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. 2016 ഇന്ത്യൻ ടെലികോം ലോകത്ത് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു റിലയൻസ് ജിയോ പിറവിയത്. ഫ്രീ കോളുകളും വളരെ വില കുറഞ്ഞ ഡേറ്റ പ്ലാനുകളും ഒക്കെ ആയിട്ട് വന്ന ജിയോ വെറുതെ ഒരു എൻട്രി നടത്തുകയായിരുന്നില്ല, മാർക്കറ്റിലെ എല്ലാ കളികളും മാറ്റുകയായിരുന്നു. ഒരു കാലത്ത് വമ്പന്മാരായിരുന്ന പല കമ്പനീസും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. വോഡാഫോൺ, ഐഡിയ പോലെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം മെർജ് ചെയ്യേണ്ടി വന്നു. സബ്സ്ക്രൈബർമാരുടെ എണ്ണത്തിൽ ജിയോ ഒന്നാമത്. അങ്ങനെ ഒരു കിരീടം വെക്കാത്ത രാജാവായിട്ട് ടെലികോം മേഖലയിൽ ജിയോ മാറി. തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് ബിസിനസ് മോഡലിന്റെ ഒരു വിജയം തന്നെയാണ് ഇവിടെ കണ്ടത്. ജിയോ ജയിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം തോന്നുന്നു. പക്ഷെ എല്ലാവരുടെയും ഫോക്കസ് ജിയോയുടെ സബ്സ്ക്രൈബർ കൗണ്ടിൽ ആയിരുന്നപ്പോൾ സീനിന് പിന്നിൽ എയർടെൽ മറ്റൊരു ഗെയിം കളിക്കുകയായിരുന്നു. ഒരു പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. മറ്റെല്ലാ കമ്പനികളും ജിയോയുടെ വില കുറഞ്ഞ പ്ലാനുകളിലും ഡേറ്റ ഓഫറുകളിലും ഒക്കെ കുടുങ്ങി അവരുടെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇതിലൊന്നും പെടാതെ എയർടെൽ മറ്റൊരു ഗെയിമിലേക്ക് എൻറ്റർ ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും എയർടെലിന്റെ ഏറ്റവും പുതിയ ഫിനാൻഷ്യൽ റിസൾട്ടുകൾ കാണിക്കുന്നത് അവരുടെ പ്രീമിയം സ്ട്രാറ്റജി വിജയം കാണുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ടെലികോം മത്സരത്തിൽ ഒരു പവർ ഷിഫ്റ്റിന്റെ സൂചനയാണ്. ഇന്ന് നമ്മൾ ഈ രണ്ട് ഭീമന്മാരായിട്ടുള്ള കമ്പനികളുടെ ലേറ്റസ്റ്റ് ഏർണിംഗ് പരിശോധിക്കാൻ പോകുകയാണ്. യഥാർത്ഥ യുദ്ധം നടക്കുന്ന 3 പ്രധാനപ്പെട്ട നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നു. ഈ പുതിയ സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത മൊബൈൽ ബില്ലിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. അധികം പഴയ കഥയൊന്നുമല്ല. ഇന്ത്യൻ ടെലികോം മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിലെ പണത്തിന് വേണ്ടി ഒരു ഡസനോളം കമ്പനികൾ പോരടിക്കുന്ന ബാറ്റിൽ ഗ്രൗണ്ട് തന്നെയായിരുന്നു. ഒരു ഡേറ്റ ഒരു ലക്ഷറി തന്നെയായിരുന്നു. ഓരോ കോളിനും എത്ര രൂപ പോകുന്നു എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ആർക്കും വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത ഓഫറുകളുമായിട്ട് വന്നത്. ജിയോ വെൽക്കം ഓഫർ മാസങ്ങളോളം ഫ്രീ വോയിസും ഡേറ്റയും ഒക്കെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ എല്ലാവർക്കും നൽകി. ഈ ഒരു പ്രൈസ് വാറും കടുത്ത ലീഗൽ പ്രഷറും കാരണം മാർക്കറ്റിൽ ഒരു രക്തച്ചൊരിച്ചിൽ തന്നെ നടന്നു. എയർടെലിന് ടെലിനോർ, ടാറ്റ ഡോകോമോ പോലെയുള്ള കമ്പനീസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ മാർക്കറ്റ് വിട്ടുപോയി. രണ്ട് ഭീമന്മാരായിരുന്ന വോഡാഫോണും ഐഡിയയും ഒന്നിക്കാൻ നിർബന്ധിതരായി. അങ്ങനെയാണ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി തന്നെ ഉണ്ടാകുന്നത്. അവരിന്നും അവരുടെ ആ ഒരു സർവൈവലിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റ് അടങ്ങിയപ്പോൾ തിരക്കേറിയ ബാറ്റിൽ ഗ്രൗണ്ട് ഒരു ഡിയോപോളി ആയിട്ട് മാറിയിരുന്നു. നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ മാത്രം. ഒരു സൈഡിൽ കളി മാറ്റി എഴുതിയ റിലയൻസ് ജിയോ, മറു സൈഡിൽ കൊടുങ്കാറ്റിനെ അതിജീവിച്ച ഭാരതി എയർടെൽ. ഒരുപാട് കാലം വിന്നർ ജിയോ ആണ് എന്ന് ക്ലിയർ ആയിരുന്നു. കാരണം അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. എന്നാൽ ആ സ്റ്റോറിയുടെ 1ാം ചാപ്റ്റർ മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില ന്യൂസുകളാണ് ഇപ്പോൾ നമ്മളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മെട്രിക് നോക്കാം. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മാർച്ച് 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലയൻസ് ജിയോ തന്നെയാണ് ഏറ്റവും മുമ്പിലുള്ളത്. അവർക്ക് ഏകദേശം 52.4 കോടി കസ്റ്റമേഴ്സ് ഉണ്ട്. കഴിയുന്നത്ര യൂസേഴ്സിനെ നേടുക എന്ന അവരുടെ സ്ട്രാറ്റജിയുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിജയമാണിത്. പക്ഷെ ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ടെലികോം ബിസിനസ്സിൽ എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയല്ല. എയർടെൽ ഒരു നിർണായകമായിട്ടുള്ള ഡിസിഷൻ എടുത്തു. എല്ലാ യൂസേഴ്സിന്റെയും പുറകെ പോകുന്നതിന് പകരം അവർ ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് നല്ല വർക്കിനും സർവീസിനും വേണ്ടി കുറച്ച് കൂടുതൽ പണം മുടക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതൊരു ക്ലാസിക് ബിസിനസ് ചോദ്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ വേണോ അതോ കൂടുതൽ പണം തരുന്ന കസ്റ്റമേഴ്സിനെ വേണോ? ജിയോ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്തപ്പോൾ എയർ ടു വാല്യൂവിലേക്ക് തിരിഞ്ഞു. ആ ഒരു ഡിസിഷൻ നമ്മളെ ആ ഒരു ടെലികോം ബിസിനസ്സിലെ ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ ഒരു ക്രിട്ടിക്കൽ നമ്പറാണ് AR, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ മാസവും ഒരു കമ്പനിക്ക് അതിന്റെ ഒരു കസ്റ്റമറിൽ നിന്ന് ആവറേജ് ആയിട്ട് എത്ര പണം കിട്ടുന്നു എന്നുള്ളതാണ് ARPയും. ഒരു ടെലികോം കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് അളക്കാനുള്ള ഏറ്റവും മികച്ച ഒരു മെട്രിക് ആയിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് തീർച്ചയായിട്ടും എയർടെൽ കളി മാറ്റി എഴുതിയത്. ഫിനാൻഷ്യൽ ഇയർ 26ന്റെ 4ാം ക്വാർട്ടറിൽ റിലയൻസ് ജിയോയുടെ ARPO ഏകദേശം 214 രൂപയായിരുന്നു. അതായത് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു മാസം റിലയൻസ് ജിയോ ഏൺ ചെയ്യുന്നത് 214 രൂപയായിരുന്നു. അതേസമയം ഭാരതി എയർടെലിന്റെ ARPO എത്തിയത് 257 രൂപയിലാണ്. അതായത് ഓരോ യൂസറിൽ നിന്നും മാസവും 43 രൂപയുടെ ഡിഫറൻസ് അവർക്കുണ്ട്. ഒരു 43 രൂപയുടെ വ്യത്യാസമല്ലേ എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചാൽ കോടിക്കണക്കിന് കസ്റ്റമേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സംഖ്യ വളരെ വലുതാവും. ഈ ഒരു ഗ്യാപ്പ് വർഷം കൊണ്ട് എയർടെലിന് ആയിരക്കണക്കിന് കോടിയുടെ എക്സ്ട്രാ റവന്യൂ ആയിട്ട് മാറുന്നു. അത് ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എയർടെലിന് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കും.
അപ്പൊ എയർടെലിന്റെ ഈ ഉയർന്ന ARPU അവരുടെ സ്ട്രാറ്റജിയുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ അവർ ബോധപൂർവ്വം ശ്രമിച്ചു. ക്വാളിറ്റിയുടെയും റിലയബിലിറ്റിയുടെയും ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ആ ഒരു നെറ്റ്വർക്കിൽ അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനൊക്കെ വേണ്ടി. ഈ ഒരു കോൾ ഡ്രോപ്പും ഒരു സ്ലോ ഡേറ്റയും അടുത്ത യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും എയർടെലിന് സാധിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ദ സ്ട്രാറ്റജി അവരുടെ ബിസിനസ്സിൽ ഉടനീളം വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എയർടെൽ കൂടുതൽ പോസ്റ്റ് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ പണം നൽകാനും കൂടുതൽ കാലം കമ്പനിയുടെ കൂടെ നിൽക്കാനും സാധ്യതയുള്ളവരാണ്. ഫിനാൻഷ്യൽ ഇയർ 26ന്റെ 4ാം ക്വാർട്ടറിൽ മാത്രം എയർടെൽ ഏകദേശം 8 ലക്ഷം പുതിയ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് ആണ് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തതിലൂടെ ലഭിച്ചത്. ഒരു ഹൈ സ്പീഡ് ഹോം ഇന്റർനെറ്റിനുള്ള വലിയ ഡിമാൻഡ് മുതലെടുത്ത് അവരുടെ എയർടെൽ ഹോം ഫൈബർ ബിസിനസ്സും നല്ല രീതിയിൽ വളരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രീമിയം ഫോക്കസ് കമ്പനിയുടെ പ്രോഫിറ്റിനെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? 2026 മാർച്ചിൽ അവസാനിച്ച ക്വാർട്ടറിൽ റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോംസ് 7,935 കോടി രൂപയുടെ സ്ട്രോങ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഭാരതി എയർടെലിന്റെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 7,325 കോടി രൂപയായിരുന്നു. ഈ നമ്പറിനെ മുൻവശത്തെ ഉയർന്ന നികുതി ക്രെഡിറ്റ് പോലെയുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്റ്റോറി ഇരിക്കുന്നത് ഓപ്പറേഷൻസിലാണ്. എയർടെലിന്റെ ഇന്ത്യൻ ബിസിനസ് 60% എന്ന ഗംഭീര എബിറ്റഡ മാർജിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ കോർ ഓപ്പറേഷനിൽ നിന്നുള്ള പ്രോഫിറ്റ് അളക്കാനുള്ള ഒരു വഴിയാണ് ഈ എബിറ്റഡ. എയർടെലിന്റെ ഇന്ത്യൻ ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെ യഥാർത്ഥ പ്രോഫിറ്റ് ആക്കി മാറ്റുന്നതിൽ എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്ന് ഈ ഒരു ഹൈ മാർജിൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജിയോ അതിന്റെ വലിയ സൈസ് കാരണം ഫൈനൽ പ്രോഫിറ്റിൽ മുന്നിലെത്തിയേക്കാം. പക്ഷേ പെർ കൺസ്യൂമർ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ അതിന്റെ ബിസിനസ്സിലാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജിയോയുടെ കുറഞ്ഞ ARPU ഒരു വീക്ക്നെസ് ആണ് എന്ന് കരുതരുത്. ഇത് വളരെ വലിയൊരു പ്ലാനിന്റെ ഭാഗമാണ്. റിലയൻസ് ജിയോ എന്ന ടെലികോം കമ്പനി മാത്രമല്ല, ഇത് റിലയൻസിന്റെ മൊത്തം ഡിജിറ്റൽ എംപയറിലേക്കുള്ള ഒരു എൻട്രി ഗേറ്റ് കൂടിയാണ്. അവരുടെ ലക്ഷ്യം നിങ്ങൾക്കൊരു സിം കാർഡ് വിൽക്കുക എന്നത് മാത്രമായിരുന്നില്ല, നിങ്ങളെ ഒരു ജിയോ നെറ്റ്വർക്കിൽ എത്തിക്കുക, എന്നിട്ട് സിനിമ കാണാൻ ജിയോ സിനിമ, ഷോപ്പിങ്ങിന് ജിയോ മാർട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ആപ്സും സർവീസും കൊടുത്തുകൊണ്ട് ആ ഒരു എക്കോ സിസ്റ്റത്തിൽ പിടിച്ചു വെക്കാനാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ജിയോയുടെ കളി സ്കെയിലിനെ കുറിച്ചാണ്. ആദ്യം യൂസേഴ്സിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു വലിയ യൂസർ ബേസിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നവർ കണ്ടെത്തുക. ഈ സിം കാർഡ് ഒരു തീം പാർക്കിൽ കയറാനുള്ള ടിക്കറ്റ് പോലെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ലോകം ഉണ്ടാക്കുന്ന ലോങ് ടേം പ്ലാൻ ആണിത്. അപ്പോൾ ഒരു സ്ട്രാറ്റജീസ് തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടെലികോം സീനിനെ ഇത്ര കണ്ട് എക്സൈറ്റിംഗ് ആക്കുന്നത് ഈ ഒരു പോരാട്ടം തന്നെയാണ്. അപ്പോ അതിനിടയിൽ ഒരു കാര്യം പറയാണ്, ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോ ഡിസ്കൗണ്ട് യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് തോന്നുകയാണ്. 2 മെയിൻ പ്ലേയേഴ്സ് മാത്രം മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എയർടെലിനും ജിയോയ്ക്കും വിലയുടെ കാര്യത്തിൽ കുറച്ചുകൂടി റാഷണബിൾ ആയിട്ട് പെരുമാറാൻ കാരണമുണ്ട്. മിക്ക ഇൻഡസ്ട്രി എക്സ്പേർട്സും മൊബൈൽ താരിഫ് ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഡേറ്റ ഉപയോഗിച്ചതിന് ശേഷം ഇന്ത്യൻ കസ്റ്റമേഴ്സ് കൂടുതൽ പണം കൊടുക്കാനുള്ള സാധ്യത കൂടി തെളിയുകയാണ്. അടുത്ത വലിയ ബാറ്റിൽ ഗ്രൗണ്ട് 5G ആണ്. 2 കമ്പനികളും അവരുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ കോടിക്കണക്കിന് രൂപ ഇതിനകം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥ ചലഞ്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിലല്ല, മറിച്ച് ആളുകളെ കൊണ്ട് അതിന് പണം കൊടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിലാണ്. ഇവിടെ എയർടെലിന്റെ പ്രീമിയം ബ്രാൻഡിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം. അതേസമയം ജിയോ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ 5G അതിന്റെ മറ്റ് ഡിജിറ്റൽ സർവീസുകളുമായിട്ട് ബണ്ടിൽ ചെയ്ത് നൽകാൻ ശ്രമിക്കുകയും ചെയ്യും. എയർടെലിന്റെ കോൺഫിഡൻസിന്റെ മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈനാണ് അവർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ്. ഫിനാൻഷ്യൽ ഇയർ 26ലേക്ക് ഷെയറിന് 24 രൂപ ഫിനാൻഷ്യൽ ഡിവിഡൻഡ് കൊടുക്കാനാണ് അവരുടെ ബോർഡ് റെക്കമെൻഡ് ചെയ്തത്. ഇത്രയും നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്നത് കമ്പനി ഫിനാൻഷ്യലി വളർന്നു, പണം ഉണ്ടാക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നതിന്റെ ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ ആരാണ് ശരിക്കും ഇന്ത്യയുടെ ഒരു ടെലികോം വാർ വിജയിക്കുന്നത്? ഉത്തരം അത്ര സിമ്പിൾ അല്ല. 2 ഡിഫറന്റ് കളികളാണ് നടക്കുന്നത്. റിലയൻസ് ജിയോ ക്വാണ്ടിറ്റിയുടെ കളിയാണ് ജയിക്കുന്നത്. അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കൂടാതെ വലിയ ഡിജിറ്റൽ എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും വലുതാകുകയും യൂസേഴ്സിനെ ലോങ് ടൈമിൽ ലോക്ക് ചെയ്യുന്നതുമാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. മറുവശത്ത് ഭാരതി എയർടെൽ ക്വാളിറ്റിയുടെയും പ്രോഫിറ്റബിലിറ്റിയുടെയും കളിയിലാണ് ജയിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് കൊണ്ട് കൂടുതൽ പണം ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ARPU ഇൻഡസ്ട്രിയിലെ ഒരു ഹയസ്റ്റ് ആണ്. ഇന്ത്യയിലെ അവരുടെ ഓപ്പറേഷൻസ് വേൾഡ് ക്ലാസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസ് വാറിൽ നിന്ന് ക്വാളിറ്റി ബേസ്ഡ് കോമ്പറ്റീഷനിലേക്കുള്ള ഈ ഷിഫ്റ്റിന്റെ അർത്ഥം പ്രൈസ് ഒരു പക്ഷേ കൂടുമെങ്കിലും നമ്മുടെ സർവീസിന്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടേക്കാം എന്ന് തന്നെയാണ്. കാരണം ഈ 2 ജെയിൻസും ഇനി നമ്മുടെ പണത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയും കൂടിയാണ് പോരാടുന്നത്. എയർടെൽ വേഴ്സസ് ജിയോ സ്റ്റോറി ഇനി ഒരു പുതിയ കമ്പനിയുടെയും പഴയ ഭീമനും തമ്മിലുള്ള ഒരു മത്സരമല്ല, 2 അധികായന്മാർ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. ഓരോരുത്തർക്കും ജയിക്കാൻ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള എന്നാൽ ഒരുപോലെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്, അടുത്ത 5 വർഷത്തേക്ക് ആരുടെ സ്ട്രാറ്റജിയാണ് വിജയിക്കുക എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പനികളായിട്ട് അറിയിക്കാം. എയർടെലിന്റെ പ്രീമിയം ഹൈ ARPU അപ്രോച്ച് ആണോ അതോ ജിയോയുടെ വലിയ സ്കെയിലും എക്കോസിസ്റ്റം പ്ലേയും ആണോ വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞങ്ങൾ
കാത്തിരിക്കുന്നു. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ലോകത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീപ്പ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് നന്ദി, ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.